പ്രിയപ്പെട്ട മുനീർ സാബ്, നിങ്ങൾ ഒറ്റക്കല്ല, ഒരു ജനത മുഴുവൻ നിങ്ങളുടെ ഒപ്പമുണ്ട്. ഈ അടുത്ത കാലത്ത് അതിഗുരുതരമായ രീതിയിൽ രോഗം ബാധിച്ച അദ്ദേഹം ലക്ഷോപലക്ഷം ജനങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയിൽ വീണ്ടും അദ്ദേഹം പൊതുധാരയിലേക്ക് കടന്നു വന്നു. ഇപ്പോൾ അദ്ദേഹം വലിയൊരു പ്രതിസന്ധിയാണ് നേരിടുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് കോടികളുള്ള ആൾക്കാരുമായിട്ടൊക്കെ ബന്ധമുണ്ട്. നിസ്സാരാണ് ഈ 57-60 ലക്ഷം റുപ്യൊക്കെ. പക്ഷെ ആരുടെ മുമ്പിലും മഹാനായ CH മകൻ യാചിക്കാൻ പോയില്ല. ഇന്ന് പത്രസമ്മേളനം കണ്ടപ്പോൾ അഭിമാനം തോന്നി. കാരണം ഇത് രാഷ്ട്രീയ പാർട്ടി, എൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രശ്നമല്ലല്ലോ, അവരല്ലല്ലോ ഇത് പരിഹരിക്കേണ്ടത്. ഇത് ഞാനുണ്ടാക്കിയ പ്രശ്നമല്ലേ, അപ്പം അത് ഞാൻ തന്നെ പരിഹരിക്കണമല്ലോ. ഇനിയൊന്നും വിൽക്കാനൊന്നുമില്ല. സങ്കടം തോന്നി. കാരണം ചെറിയൊരു കൗൺസിലർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചതിന് ശേഷം പോലും അവിടുന്ന് പടിയിറങ്ങുമ്പോൾ കോടികൾ ഉണ്ടാക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ നമ്മൾ കേരളത്തിൽ കാണുന്നുണ്ട്. സത്യത്തിൽ ആ മഹാനായ വ്യക്തിയോട്, അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, എത്രയും എളുപ്പത്തിൽ അദ്ദേഹം നേരിടുന്ന ഈ പ്രശ്നം പരിഹരിച്ചു കൊടുക്കട്ടെ. അങ്ങനെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും സത്യസന്ധതയുടെ പര്യായം, അഴിമതിയില്ലാത്ത ഒരു മനുഷ്യൻ്റെ ചരിത്രത്തിൻ്റെ പുസ്തകത്താളുകളിൽ എന്നും ഉണ്ടാവും. പ്രിയപ്പെട്ട മുനീർ സാബ്, ബിഗ് സല്യൂട്ട്.